മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കൂടെ ആയിരിക്കുന്നതിൻ്റെയും ഈശോയെ കൂടെ കൊണ്ടു നടക്കുന്നതിൻ്റെയും കരുത്തായ നോമ്പിന്റെ ഈ ദിനം തിരുസഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗമാണ്. പരസ്പരം തിരുത്തുക എന്ന ആഹ്വാനത്തോടെയാണ് ഈ വചനഭാഗം ആരംഭിക്കുന്നത്. നോമ്പിന്റെ ഈ ദിനങ്ങളിൽ സഹോദരരോട് അനുരഞ്ജനപ്പെട്ടുകൊണ്ട് പരസ്പരം തിരുത്തലുകൾ നടത്തിക്കൊണ്ട് കുടുംബങ്ങളിലും കൂട്ടായ്മകളും ദൈവ സാന്നിധ്യം വിളിച്ചോതുന്ന ഇടങ്ങളാക്കി മാറ്റുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വചനത്തിന്റെ അടുത്ത ഭാഗം പറയുന്നു, ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് നടത്തിത്തരും. 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടിയാലും അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നു. നമുക്ക് നമ്മളുടെ കൂട്ടായ്മകള് ഈശോയുടെ സാന്നിധ്യം വിളിച്ചോതുന്ന ഇടങ്ങളാക്കി മാറ്റുവാനായിട്ട് പരിശ്രമിക്കുകയും അതിനായി പ്രയത്നിക്കുകയും ചെയ്യാം. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന ദിവ്യനാഥന്റെ തിരുവചനങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് പരിശുദ്ധ നോമ്പിന്റെ ഈ ദിനങ്ങളിൽ പരിഹാര പ്രവർത്തികളാലും പ്രാർത്ഥനയാലും ഉപവാസത്താലും ഈശോയുടെ കൂടെ ആയിരിക്കുവാനും ഈശോയെ കൂടെ കൊണ്ടു നടക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ഉത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് നമ്മെ നയിക്കുന്ന നോമ്പായി ഈ നോമ്പുകാലം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.